മാർച്ച് 2025 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ആ സമയത്ത് നോർത്ത് ഇന്ത്യ മുഴുവൻ ഹോളി സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നു. ഉത്തർപ്രദേശിലെ മീററ്റ് സിറ്റിയിലുള്ള ആളുകളെല്ലാവരും തന്നെ ആ ഒരു ഹോളിക്കായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആ ഒരു ടൈമിൽ അവിടുത്തെ ഒരു വീട്ടിൽ മാത്രം വളരെ ഡാർക്കായിട്ടുള്ള ഒരു കാര്യം നടക്കുകയുണ്ടായി. 29 വയസ്സുള്ള മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിട്ടുള്ള സൗരവ് രജ്പുത്തിനെ ആളുടെ അമ്മ ഡെയിലി വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കോളുകളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് മെസ്സേജ് അയച്ചു നോക്കി, അതിനും യാതൊരു റെസ്പോൺസും ഇല്ല. സത്യത്തിൽ ആ സമയത്ത് ആ പയ്യൻ ഒരു ഡ്രമ്മിൻ്റെ അകത്തായിരുന്നു. അതായത് ആള് ജീവനോടെ ഈ ഒരു ഭൂലോകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കേസായിരുന്നു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ ഡ്രമ്മിലാക്കിയ കേസ്. ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൗരഭിന് എന്താണ് സംഭവിച്ചത്, അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു ഡ്രമ്മിൻ്റെ അകത്തോട്ട് എത്തിയത്, എന്തൊക്കെയാണ് ഈ ഒരു കേസിനെ കുറിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്, പോലീസുകാരുടെ അന്വേഷണം എവിടെ വരെ എത്തി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 18, 2025 തൻ്റെ ചേട്ടനായിട്ടുള്ള സൗരവ് രജ്പുത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പയ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. ചേട്ടനെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നുമില്ല, ആളെങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല, മെസ്സേജസിനാണെന്നുണ്ടെങ്കിൽ വരെ റിപ്ലൈയും ഇല്ല. അപ്പോൾ പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. 2016 ഈ ഒരു കഥ തുടങ്ങുന്നത്. സൗരഭിൻ്റെയും മുസ്കാൻ്റെയും കല്യാണം ആ ഒരു വർഷമായിരുന്നു നടന്നത്. ഇവർ തമ്മിൽ പ്രണയിച്ചിട്ടായിരുന്നു കല്യാണം കഴിച്ചത്. എന്നാൽ സൗരഭിൻ്റെ വീട്ടുകാർക്ക് ഈ ഒരു കല്യാണത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം ഇവരൊരു വാടക വീടെടുത്തായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആൾ വിദേശത്തോട്ട് പോയിക്കുകയായിരുന്നു. അവരുടെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ 2019 ഇവർക്കൊരു കുഞ്ഞ് പിറന്നു. സൗരഭിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആൾ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ വലിയ ജോലിയും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം സേവിങ്സ് ഉണ്ട്. ആ ഒരു ഇതിൽ അവരിങ്ങനെ എന്താ പറയുക, വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് അവരുടെ ജീവിതം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. തൻ്റെ വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്ത് നിൽക്കുന്നതിൽ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്കാനെ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാണ്. പഴയ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പായിരുന്നു അത്. അതിൻ്റെ ഉള്ളിൽ വേറൊരു പയ്യനും ഉണ്ടായിരുന്നു. സാഹിൽ ശുക്ല എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. ഈ ഒരു പയ്യനും മുസ്കാനും തമ്മിലുള്ള ബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവർ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവർ ബ്രേക്കപ്പ് ആയി. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു സൗരഭുമായിട്ട് ഈ ഒരു മുസ്കാൻ പ്രണയത്തിലാകുന്നതും പിന്നീട് ഇവർ വിവാഹം കഴിക്കുന്നതും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോഴാണ് സാഹിലുമായിട്ട് ഈ ഒരു പെൺകുട്ടി വീണ്ടും കോണ്ടാക്റ്റിലാകുന്നത്. പിന്നീട് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. അവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി. എന്താ പറയുക, ടെക്സ്റ്റ്, കോള്, അങ്ങനെ അവർക്കിടയിലുള്ള ബന്ധം വളരെയധികം വളർന്ന് വലുതായി. അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ രഹസ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. സൗരഭ് അറിയാതെ ഇവർ കറങ്ങാൻ പോകാറുണ്ടായിരുന്നു, കോൾ ചെയ്യാറുണ്ടായിരുന്നു, ടെക്സ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ഈ സൗരഭ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയതായിരുന്നു. അപ്പോൾ ഈ ഒരു മുസ്കാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാഹിലിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി. ഇത് നൈബേഴ്സിൽ ചിലർ കണ്ടു. അപ്പോൾ അവിടെ വേറെ എന്തൊക്കെയോ വരുതാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിവരം ഈ എന്താ പറയുക ഭർത്താവിനെ അറിയിക്കുകയായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞ് സൗരഭ് ആകെപ്പാടെ ഷോക്കായി പോയി. തൻ്റെ ഭാര്യ തന്നോട് ഇത്തരത്തിലുള്ള ഒരു ദ്രോഹം ചെയ്യുമെന്ന് ആൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആള് ആകെപ്പാടെ എന്താ പറയുക ദേഷ്യപ്പെട്ടു. ഇവരുടെ ഫാമിലി അറിഞ്ഞു. അങ്ങനെ വലിയ ഇഷ്യൂ ആയി. രണ്ടുപേരുടെ ഫാമിലിയും അറിഞ്ഞു. അങ്ങനെ ആകെപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ആളുടെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ വീണ്ടും കുറച്ച് ട്വിസ്റ്റുകളൊക്കെ വരികയാണ്. അതായത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാരണവന്മാർ ഇടപെടും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഒരു നാട്ടിലത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇടപെടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഒരുപാടധികം ചിന്തിച്ചു. അപ്പോൾ തൻ്റെ മകളുടെ ഭാവി അവതാളത്തിലാകുമെന്ന് കരുതിക്കൊണ്ട് ഇയാൾ ഈ ഒരു സ്ത്രീക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് മുസ്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇനി താൻ ഒരിക്കലും സാഹിലുമായിട്ട് യാതൊരു കോണ്ടാക്റ്റിലും ഉണ്ടാകില്ല എന്നും ഇനി എപ്പോഴും എന്താ പറയുക സൗരഭിൻ്റെ കാര്യങ്ങൾ നോക്കി കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി നല്ല രീതിക്ക് ജീവിക്കാമെന്നുള്ള വാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു സൗരഭ് എന്താ പറയുക കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറന്ന് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുകയാണ്. എന്നാൽ അന്നെടുത്ത ആ ഒരു തീരുമാനം
ആളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാകുമെന്നുള്ളത് ആള് ആ ഒരു ടൈമിൽ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞു. പിന്നീട് നോക്കുന്ന ടൈമിൽ ആൾക്ക് ഫൈനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ വരികയാണ്. പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ട് ആൾ ലണ്ടനിലോട്ട് തിരിച്ചു പോവുകയാണ്. തൻ്റെ ഹസ്ബൻഡ് വിദേശത്തോട്ട് പോയതിന് ശേഷം മുസ്കാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പുനരാരംഭിക്കുകയായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല. ഭർത്താവാണെന്നുണ്ടെങ്കിൽ വിദേശത്തോട്ട് പോയി താനോട് ഒരൊറ്റക്ക് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പയ്യൻ വന്നാലും പോയാലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിക്കൊണ്ട് ഇവർ രണ്ടുപേരും ഇവരുടെ എന്താ പറയുക റിലേഷൻഷിപ്പ് ഇങ്ങനെ നേരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ചെറുതാണ്. അപ്പോൾ ഏതോ ഒരു അങ്കിൾ വീട്ടിലോട്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ മനസ്സിലാക്കാനുള്ള പ്രായവും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഇവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഒരു എന്താ പറയുക സാഹിലിൻ്റെ ഒരുപാടധികം ശീലങ്ങളും കാര്യങ്ങളും ഈ ഒരു മുസ്കാനും കിട്ടുകയാണ്. ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക്കിലും മറ്റുമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അതായത് അങ്ങനെയുള്ള പൂജകൾ കാര്യങ്ങൾ വേറെ പവർ കിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിലൊക്കെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ഭയങ്കര വിശ്വാസമൊക്കെ ആയിരുന്നു. പിന്നെ ആളുടെ അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആളുടെ അമ്മ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ആളുടെ അമ്മയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണത്തിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് എപ്പോഴും ആ ഒരു വിഷമവും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ആളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ മുസ്കാനും അറിയായിരുന്നു. മുസ്കാനാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സൗരഭിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് കിടന്നിങ്ങായിട്ട് അധ്വാനിച്ച പണം മുഴുവൻ ഇങ്ങോട്ട് അയക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഭാര്യയും കുഞ്ഞും മര്യാദക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പൈസക്ക് ഡ്രഗ് വാങ്ങിയും അതുപോലെ തന്നെ എന്താ പറയുക പാർട്ടിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഈ തൻ്റെ കാമുകൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ജീവിതം മുസ്കാന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ തനിക്ക് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത ആ ഒരു സ്ത്രീയുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകപ്പാടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് തൻ്റെ ഭർത്താവ് മാത്രമാണ്. അതായത് സൗരഭ് ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് ഈ ഒരു ലൈഫ് തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സൗരഭിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. തൻ്റെ ഈ ഒരു ആശയം അവർ സാഹിലുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്നാൽ ആ ടൈമിൽ സാഹിൽ പറഞ്ഞു ഇല്ലില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ സീനാണെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ എങ്ങനെ സാഹിലിനെ കൺവിൻസ് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ ഈ ഒരു മുസ്കാൻ ചിന്തിക്കുകയാണ്. മുസ്കാൻ ഓൾറെഡി സാഹിലിൻ്റെ വീക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഭയങ്കര അന്ധവിശ്വാസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവറുകളിലും അതേപോലെ തന്നെ ആത്മാവ് കാര്യങ്ങൾ അങ്ങനെയുള്ളതിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ ഇമോഷണലി ആളെ അറ്റാക്ക് ചെയ്തിട്ട് തൻ്റെ പരിധിക്ക് കൊണ്ടുവരാമെന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു ഈ ഒരു മുസ്കാൻ ചിന്തിച്ചത്. അതിനായിട്ട് അവർ കണ്ടെത്തിയൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വേറെ ലെവലായിരുന്നു എന്ന് പറയേണ്ടി വരും. അതായത് അവരുടെ ബ്രദറിൻ്റെ എന്താ പറയുക പേരിലൊരു ഇൻസ്റ്റഗ്രാം അല്ല സ്നാപ്ചാറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു എന്താ പറയുക സാഹിലുണ്ടല്ലോ സാഹിലിൻ്റെ അമ്മയാണെന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണ്. അതായത് മരിച്ചുപോയ അമ്മയാണെന്ന്. അങ്ങനെ ഈ ഒരു സാഹിലുമായിട്ട് നിരന്തരമായിട്ട് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. സാഹിൽ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളൊക്കെ ഈ ഒരു ചാറ്റിലൂടെ വരുന്നുണ്ട്. അപ്പോൾ തൻ്റെ അമ്മയാണെന്നാണ് പറയുന്നത്. നോക്കുന്ന സമയത്ത് ആൾക്ക് അതിൻ്റെ ഉള്ളിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന ആ ഒരു സമയത്ത് അത് തൻ്റെ സ്വന്തം അമ്മയാണ് ചാറ്റ് ചെയ്യുന്നത്. താനി ചെയ്ത മന്ത്രങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ കൊണ്ട് സ്നാപ്ചാറ്റിലൂടെ അമ്മ വന്നതാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു അക്കൗണ്ടിനെ പൂർണ്ണമായിട്ടും അയാൾ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണമായിട്ടും സാഹിൽ അത് വിശ്വസിച്ചു എന്ന് കണ്ട ആ ഒരു സമയത്ത് നൈസായിട്ട് ഈ ഒരു മുസ്കാൻ അവരുടെ പ്ലാനും കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മുസ്കാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു സാഹിലിൻ്റെ അമ്മയാണെന്നുള്ള വ്യാജേന മുസ്കാൻ തന്നെ ഈ ഒരു സാഹിലിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് ആ പെൺകുട്ടിയാണ് നിൻ്റെ പാർട്ട്ണർ, ആ പെൺകുട്ടി വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കേൾക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതേപോലെ തന്നെ സ്വന്തം അമ്മ വന്നിങ്ങായിട്ട് കാമുകിയാണ് നിൻ്റെ പാർട്ട്ണർ, അതേപോലെ തന്നെ അവൾ പറയുന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സമയത്ത് ഈ ഒരു പയ്യനും അതിന് തയ്യാറാവുകയാണ്. അങ്ങനെയാണ് എന്താ പറയുക ഈ ഒരു പ്ലാനിൻ്റെ അകത്തോട്ട് ഈ സാഹിൽ കൂടെ വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എങ്ങനെയെങ്കിലും സൗരഭിനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയും ചെയ്തു. സാഹിലിനെ കൺവിൻസ് ചെയ്തതിന് ശേഷം എങ്ങനെ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ചായി അവരുടെ ചിന്ത. അപ്പോൾ ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നത് നവംബർ 2024 കേട്ടോ.
നോക്കാന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 2025 ഭർത്താവ് തിരിച്ചെത്തും എന്നുള്ളൊരു കാര്യം മുസ്കാൻ അറിയായിരുന്നു. അതായത് അവരുടെ മകളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഹസ്ബൻഡ് വരാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ തന്നെ ഇയാളെ ഇല്ലാതാക്കാമെന്നുള്ളൊരു പ്ലാനിലോട്ട് ഈ ഒരു സ്ത്രീയും എത്തുകയാണ്. പിന്നെ ഇയാളെ പെട്ടെന്നുകൊണ്ട് കാണാണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും വലിയവരായിട്ട് അന്വേഷിച്ച് വരില്ല എന്നുള്ളൊരു എന്താ പറയുക ഒരു ചിന്തയും അവർക്ക് ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. കാരണം ഈ ഒരു എന്താ പറയുക സൗരഭ് എന്ന് പറയുന്ന പയ്യൻ ആളുടെ വീട്ടുകാരുമായിട്ട് ആ ഒരു സമയത്ത് അത്ര വലിയൊരു ബന്ധത്തിലൊന്നും ആയിരുന്നില്ല. കാരണം ഈ ഒരു വിവാഹത്തിന് വീട്ടുകാർക്കൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാരുമായിട്ട് വലിയൊരു ടച്ചിലായിരുന്നില്ല സൗരഭ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ടൈം തുടങ്ങിയിട്ട് ഇവർ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. കത്തിയൊക്കെ കടയിൽ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു, വലിയ കത്തി. അപ്പോൾ കടക്കാരൻ ചോദിച്ചാൽ എന്തിനാണ് ഈ കത്തിയെന്ന്. അപ്പോൾ വീട്ടിൽ ചിക്കനും മീനൊക്കെ വെട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു കത്തി വാങ്ങിയത്. പിന്നീട് അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു. അപ്പോൾ ഗൂഗിളിൽ അതിനെക്കുറിച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി ഏതൊക്കെ ഗുളികകളും കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഇവർ ചെയ്തൊരു ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഇവർ ആക്ട് ചെയ്തു. തനിക്ക് ഉറക്കില്ല, ആങ്സൈറ്റിയാണ്, ആകപ്പാടമില്ലാത്തൊരു സിറ്റുവേഷനാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങണം, എനിക്ക് ഉറങ്ങാനുള്ള കുറച്ച് ഗുളികയും കാര്യങ്ങളൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറുടെ അടുത്തോട്ട് പോയി. അപ്പോൾ ഡോക്ടർ അവർ എന്താ പറയുക അഭിനയിച്ച് കൺവിൻസ് ചെയ്തു. അപ്പോൾ ഡോക്ടർ കുറച്ച് മൈൽഡായിട്ടുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയായിരുന്നു. ഇതിന് ശേഷം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ തിരുത്തുകയായിരുന്നു. അതായത് ഇവർ ഓൾറെഡി റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഡോസേജ് കൂടിയിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷനിൽ ഈ സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകളും മറ്റും പർച്ചേസ് ചെയ്ത് വെക്കുകയായിരുന്നു. പിന്നീട് സാഹിലും മുസ്കാനും ഈ ഒരു സൗരഭിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി 24, 2025 ഈ ഒരു സൗരഭ് നാട്ടിലോട്ട് എത്തുകയാണ് തൻ്റെ മകളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ആ ഒരു സമയം തുടങ്ങിയിട്ട് ഭാര്യയുടെ അടുത്ത് നിന്നും ആൾക്ക് വളരെ നല്ല രീതിയിലുള്ള കെയറിംഗ് ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. അതേപോലെ തന്നെ ആളുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താ പറയുക ഒരു ഉത്തമ ഭാര്യയായിട്ടായിരുന്നു ആ സമയം തുടങ്ങിയിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് തൻ്റെ മേലോട്ട് യാതൊരു സംശയങ്ങളും വരരുത്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അടുത്ത് താൻ അത്രത്തോളം ഭർത്താവിൻ്റെ എന്താ പറയുക ആ ഒരു സ്നേഹത്തിൻ്റെ ഉള്ളിലാണെന്നുള്ളൊരു രീതിയിൽ വരുത്തി തീർക്കണം, അങ്ങനെയുള്ള ഒരുപാടധികം ചിന്തകളോട് കൂടിയിട്ട് അത്രയും നൈസായിട്ടായിരുന്നു ഈ ഒരു സ്ത്രീ ആ ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ തന്നെ തീർക്കണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു കേട്ടോ അവരുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ സൗരഭ് ഇതേപോലെ തന്നെ മദ്യപിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഭാര്യ വിചാരിച്ചു മദ്യം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സാധനം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ അന്ന് അവർ ഉറക്ക ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടും ഈ ഒരു മദ്യത്തിൻ്റെ ഒപ്പം ചേർത്ത് കഴിച്ചിട്ടും ഈ ഒരു എന്താ പറയുക സൗരഭിന് അത്ര വലിയ കാര്യമായിട്ട് ബോധം പോയില്ല. ആൾ ചെറിയ രീതിയിൽ കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാൻ ആ ടൈമിൽ മുസ്കാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഇയാൾ പെട്ടെന്ന് തന്നെ കോൺഷ്യസ്നെസ്സിലോട്ട് തിരിച്ചു വരികയും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുകയും തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാൻ എല്ലാം പൊളിയോലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം അവർ വേണ്ടാന്ന് വെച്ചു. പിന്നീട് ഒരു എന്താ പറയുക ചാൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ മാർച്ച് 4-ാം തീയതിയായി. ആ സമയത്ത് സൗരഭ് തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ് അമ്മയും മറ്റും കാണുന്നതിന് വേണ്ടിയിട്ട്. ഏകദേശം 1-2 വർഷത്തിന് ശേഷമായിരുന്നു ആളുടെ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോയതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ചെന്നു അമ്മയായിട്ട് സംസാരിച്ചു. അമ്മ ആൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. ആ ഒരു ഫുഡും കൊണ്ടായിരുന്നു ആൾ തിരിച്ച് തൻ്റെ വീട്ടിലോട്ട് എത്തിയത്. അപ്പോൾ ഈ ഒരു സ്ത്രീ ആ സമയത്ത് ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കൊടുത്തു വിട്ട ആ ഒരു ഫുഡിൻ്റെ ഉള്ളിൽ ഈ മരുന്നും കാര്യങ്ങളൊക്കെ കലർത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഫുഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫുഡിൽ ഇവർ ഈ ഉറക്ക ഗുളികയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തു. അതിനുശേഷം ഇയാൾക്ക് കൊടുത്തു. ഇയാളാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തോ ഒരു ഉറക്കക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ തൻ്റെ പദ്ധതി ഏറ്റു എന്നുള്ളത് ഈ ഒരു മുസ്കാൻ മനസ്സിലാക്കി തൻ്റെ കാമുകനായിട്ടുള്ള സാഹിലിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ സാഹിലും സ്ഥലത്തെത്തി. പിന്നീട് ഇവർ വാങ്ങി വെച്ചിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ മുസ്കാൻ ഇയാളുടെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. പിന്നീട് സാഹിലും കൂടെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് തവണ കുത്തി ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് ആളുടെ ബോഡി എടുത്ത് നേരെ ബാത്റൂമിലോട്ട് കൊണ്ടുപോയി. പിന്നീട് ചില റിപ്പോർട്ട്സിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ 2 കൈകളും അതുപോലെ തന്നെ തലയും സാഹിൽ തൻ്റെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് ആൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പൂജകളും മറ്റൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ബോഡി പാർട്സ് ആളുടെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോയതായിട്ട് പറയപ്പെടുന്നത്. അതുപോലെ അന്നത്തെ ദിവസം ആ ഒരു ബോഡി അവരവരുടെ കട്ടിലിൻ്റെ ചോട്ടിലുള്ള സ്റ്റോറേജ് സ്പേസിൽ വെച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങി എന്നുള്ളതായിട്ടും ചില റിപ്പോർട്ട്സിലും മറ്റും പറയുന്നുണ്ട്. അതിനിടയിൽ മുസ്കാൻ തൻ്റെ മകളെ തൻ്റെ സ്വന്തം പാരൻസിൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ മകൾ അറിയരുതല്ലോ അതിനു വേണ്ടിയിട്ട്.
പിന്നീട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രമ്മിലോട്ട് ഇയാളുടെ ബോഡി പാർട്സ് പീസാക്കിയിട്ട് ഇടുകയാണ്. അതിനോടൊപ്പം തന്നെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി ആ ഒരു എന്താ പറയുക ഡ്രമ്മിൽ ഈ ബോഡി പാർട്സ് ഇട്ടിങ്ങിട്ട് ആ ഡ്രമ്മ് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം മുസ്കാൻ തൻ്റെ വീട്ടിലെത്തിയിട്ട് തൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറയാണ്, മകൾ എന്തായാലും കുറച്ച് ദിവസം നോക്കണം, താനും തൻ്റെ ഹസ്ബൻഡും ഇതേപോലെ തന്നെ കറങ്ങാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരും സാഹിലും കൂടെയും ഒരു കാർ റെൻ്റെടുത്ത് നേരെ ഹിമാചലിലോട്ട് പോവുകയായിരുന്നു. അവിടെ അവരവരുടെ ഹണിമൂൺ പോലെ ആഘോഷിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം ആ സമയത്ത് ഹോളിയും കാര്യങ്ങളും അവർ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സാഹിലിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും അവർ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. എന്നാൽ ആ ഒരു ക്യാബ് ഡ്രൈവർ പിന്നീട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്തിരി സ്ട്രെയിഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കൂടി ഇവർ ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ട്രിപ്പ് നടത്തുന്നത് എന്നുള്ളത് അവരുടെ മുഖഭാവത്തിൽ നിന്ന് വലിയതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. ആ യാത്ര പോകുമ്പോൾ സൗരഭിൻ്റെ ഫോണും കൂടെ മുസ്കാനെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആൾ ലൈവാണെന്നുള്ള രീതിയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ആൾക്ക് വരുന്ന ചില മെസ്സേജസിനും കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ കോളുകളൊന്നും തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു സൗരഭിൻ്റെ സിസ്റ്റർ ആൾക്ക് മെസ്സേജ് ചെയ്യുന്നത്, ചേട്ടാ ഹോളിയുടെ ടൈമിൽ ഇങ്ങോട്ട് പോയോ, നമുക്ക് ഇവിടെ ഹോളി ആഘോഷിക്കാമെന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത്. അതിന് ഈ ഒരു ഫോണിൽ നിന്ന് ഈ സ്ത്രീ റിപ്ലൈ ചെയ്തത് എന്തായാലും വരാമെന്നുള്ളൊരു തരത്തിലായിരുന്നു. അങ്ങനെ ഹോളിയുടെ ദിവസം എത്തി. ചേട്ടനെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നുമില്ല, ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിയുമില്ല. തൻ്റെ ബ്രദർ വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു സംശയം അവരുടെ ഉള്ളിലുണ്ടായി. അതുപോലെ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ആളുടെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ പറയുക, ഇയാളുടെ ബ്രദറും ട്രൈ ചെയ്യാണ്, അതുപോലെ തന്നെ ഇയാളുടെ അമ്മയും ട്രൈ ചെയ്യാണ്. അങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർക്ക് ഏകദേശം ഒരു ധാരണയാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൗരഭിൻ്റെ ബ്രദർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നത്. പോലീസുകാർ ആ ഒരു സമയത്ത് ആ കേസ് എടുത്ത് അന്വേഷിക്കുകയാണ്. എന്നാലും കാര്യമായിട്ടുള്ള ക്ലൂ ആ ടൈമിൽ പോലീസിന് ലഭിച്ചില്ല. എന്നാൽ ഇതിന് പാരലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്കാൻ്റെ വാടക വീട്ടിൽ മുസ്കാനും ഓണറുമായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആൾ ആ വീട് ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആകെ വിഷയമായിട്ട് നിൽക്കുകയായിരുന്നു. ആ ടൈമിൽ മുസ്കാൻ നേരെ ഒരു പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ടീമിനെ വിളിക്കുകയാണ് വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം മെട്രോ സിറ്റീസിലും കാര്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും ആളുകൾക്ക്. അങ്ങനെയുള്ള ടൈമിൽ അവിടെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സർവീസസും കാര്യങ്ങളൊക്കെയാണ് വിളിക്കാറ്. അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരെ വീട്ടിലോട്ട് വരും, നമ്മളുടെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്യും. എന്നിട്ട് എവിടെയാണോ കൊണ്ട് ഇറക്കേണ്ടത് അവിടെ കൊണ്ട് ഇറക്കി എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിങ്ങേറ്റ് പോകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ടീമിനെ ഇതേപോലെ തന്നെ ഒരു സ്ത്രീ വിളിക്കുകയാണ്. അവരങ്ങനെ നേരെ ആ ഒരു വീട്ടിലോട്ടെത്തി. അവർ പല പല സാധനങ്ങൾ ഇതേപോലെ തന്നെ ഇറക്കി എന്താ പറയുക ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആ ഒരു നീല ഡ്രം കണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരത്തിലുള്ളൊരു ഡ്രമ്മാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരണമല്ലോ. അപ്പോൾ രണ്ടാൾ പോയിട്ട് പിടിച്ചത് പൊക്കാൻ നോക്കിയപ്പോൾ അത് പൊങ്ങുന്നില്ല, ഭയങ്കര കനം. അപ്പോൾ ആ ഒരു സ്ത്രീയോട് ചോദിച്ചു ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഇരുമ്പിൻ്റെ കുറച്ച് സാധനങ്ങളും പഴയ പാത്രങ്ങളൊക്കെയാണ്, ഒരു രണ്ടുപേരും കൂടെ കൂടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4-5 പേരൂടെ പിടിച്ചിട്ടായിരുന്നു ആ ഒരു ഡ്രം അവർ പൊക്കിയത്. അപ്പോൾ അവരങ്ങനെ ഡ്രമ്മ് പൊക്കി കൊണ്ടുപോയി ആ കയറ്റുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മൂടി തുറന്നു പോവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ഇവർ കണ്ടു. അപ്പോൾ മുസ്കാനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഇരുമ്പിൻ്റെ സാധനങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇത് കോൺക്രീറ്റ് ആണ്. ആകപ്പാടെ അവർക്കും കൺഫ്യൂഷനായി. ഓണറും എന്താ പറയുക ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ ഒരു മുസ്കാൻ അവിടെ നിന്ന് നേരെ കുഞ്ഞിനെയും എടുത്ത് തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ എത്തിയിട്ട് തൻ്റെ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അതായത് താനും തൻ്റെ കാമുകനായിട്ടുള്ള സാഹിലും കൂടെ ചേർന്നിട്ട് തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തി എന്നുള്ളൊരു കാര്യം തൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ഒരു എന്താ പറയുക മുസ്കാൻ കൺഫസ് ചെയ്യുകയായിരുന്നു. ചില റിപ്പോർട്ടിൽ പറയുന്നത് മുസ്കാനെ ആ ഒരു ടൈമിൽ പാരൻസ് സേവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോലീസുകാരുടെ അടുത്ത് മുസ്കാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും ഇതേപോലെ തന്നെ പാരൻസ് ആണ്. അതുപോലെ തന്നെ തൻ്റെ മരുമകൻ അത്രയും നല്ലൊരു പയ്യനായിരുന്നെന്നും തങ്ങളുടെ മകൾ തന്നെയാണ് കുറ്റം ചെയ്തതെന്നും മകൾക്ക് മരണം വരെ തൂക്കുകയറ് കൊടുക്കണമെന്നുള്ളൊരു രീതിയിൽ പറഞ്ഞുകൊണ്ട് പാരൻസ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ മരുമകനെ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുമെന്നുള്ളൊരു തരത്തിലായിരുന്നു പിന്നീട് മുസ്കാൻ്റെ പാരൻസ് എന്താ പറയുക മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കോൺക്രീറ്റ് ഡ്രമ്മിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് കാണുകയും ചെയ്തു, മുസ്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ
അവിടെ കൂടിയിരുന്നിരുന്നവർക്കൊക്കെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. അവർ നേരെ പോലീസിനെ ഇൻഫോം ചെയ്യായിരുന്നു. അപ്പോൾ 1-2 പോലീസുകാർ അങ്ങോട്ടെത്തി. അവർ ആ ഒരു കോൺക്രീറ്റ് പതിയെ പൊളിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും, അതായത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിയുന്ന ആ ഒരു ടൈമിലാണ് അവർക്കും ഇതേപോലെ തന്നെ ഇൻഫർമേഷൻ കിട്ടുന്നത് ആ ഒരു സ്ത്രീ കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു തരത്തിൽ. അപ്പോൾ പിന്നീട് പോലീസ് ടീമും ഫോറൻസിക് ടീമും ഒക്കെ അവിടെ എത്തിയിട്ട് ആ ഒരു എന്താ പറയുക സിമെൻറ്റ് കട്ട പതിയെ ഉടച്ച് നോക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും പീസാക്കിയ നിലയിൽ സൗരഭിൻ്റെ മൃതദേഹം കണ്ടെത്താനും സാധിച്ചു. അതുപോലെ തന്നെ ചില റിപ്പോർട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടിക്കും അച്ഛൻ ഡ്രമ്മിൻ്റെ അകത്തായിരുന്നു എന്ന് അറിയായിരുന്നു എന്നുള്ള തരത്തിലാണ് ഉള്ളത്. അതായത് അച്ഛൻ എവിടെയെന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ നീല കളർ ഡ്രമ്മിൻ്റെ അകത്ത് അച്ഛനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സാഹിലിനെയും മുസ്കാനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അവരിപ്പോൾ കറൻ്റ്ലി ജയിലിലാണുള്ളത്. അതുപോലെ തന്നെ പിന്നീടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വിത്ഡ്രോവലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ കുറേ പരാക്രമങ്ങളൊക്കെ കാട്ടിയതായിട്ട് പറയുന്നു. ഈ ഒരു സാഹിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങളെ തൊട്ടടുത്തുള്ള സെല്ലിലിടണം, തങ്ങൾക്ക് പരസ്പരം കാണണം, അവളില്ലാതിരിക്കും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടും, അതുപോലെ തന്നെ ഡ്രഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടും ഒക്കെ ചില റിപ്പോർട്ട്സിലും മറ്റും പറയുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇവർക്കിനി എന്തൊക്കെ ശിക്ഷ കിട്ടുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു എന്താ പറയുക ഇൻസിഡൻറ്റ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.